ആമേൻ ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, 2 സാമുവേൽ 18:18 തൻ്റെ പേര് നിലനിർത്താൻ തനിക്കൊരു മകനില്ല എന്നു ചൊല്ലി അബ്സലോം തൻ്റെ ജീവിതകാലത്ത് തനിക്കായി സ്മാരകം നിർമ്മിച്ചു. തൻ്റെ പേര് നിലനിർത്താൻ തനിക്കൊരു മകനില്ല എന്ന് പറഞ്ഞ് അബ്സലോം രാജാവിൻ്റെ താഴ്വരയിൽ തൻ്റെ ജീവിതകാലത്ത് തന്നെ തനിക്ക് വേണ്ടി ഒരു സ്മാരകം ചെയ്തു. എന്താ ഇതിൻ്റെ അർത്ഥം? നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ട്. നമുക്ക് വേണ്ടി നിലനിൽക്കാനും നമുക്ക് വേണ്ടി പറയാനും നമ്മെ പൊക്കിപ്പിടിക്കാനും ആളുകളുണ്ടെന്നോർത്ത് മനുഷ്യരിൽ ആശ്രയിക്കരുത്. ചില കാര്യങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണം. രാജാവ് ചെയ്തതുപോലെ നമുക്ക് വേണ്ടി നമ്മുടെ പേര് നിലനിർത്താൻ സ്മാരകം പണിയണമെന്നല്ല. നമ്മുടെ കൂടെ ആരുമില്ല എന്ന് ചിന്തിച്ച് ഒറ്റയ്ക്ക് പോരാടണം. തനിക്ക് തൻ്റെ പേര് നിലനിർത്താൻ തനിക്കൊരു മകനില്ല, തനിക്ക് ആരുമില്ല, വേറെ ആരുമില്ലെന്ന് കണ്ടിട്ട് താൻ ചെയ്യേണ്ട കാര്യം മക്കൾ ചെയ്യേണ്ടത് കൂടെ ചെയ്ത ഒരു മനുഷ്യൻ. ഇതാതിൻ്റെ അർത്ഥം. നമ്മളെല്ലാം നമ്മുടെ പേര് കൊത്തിവെക്കുന്ന സ്മാരകം ഉണ്ടാക്കണമെന്നല്ല. നമുക്ക് വേണ്ടി പറയാൻ ആരുമില്ലെന്നും കൂടെ നിൽക്കാൻ ആരുമില്ലെന്നും ഓർത്ത് കർത്താവിൻ്റെ നാമത്തിൽ ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തണം. അതിൽ നീ ജയിക്കും കുഞ്ഞെ, നീ പരാജയപ്പെടുകയില്ല. അതാ ദൈവത്തിൻ്റെ പ്രൊവിഡൻസ് എന്ന് പറയുന്നത്. ആമേൻ. കേരള അസംബ്ലിയുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അറിയാനുള്ള കൊതിയിലാണ് നമ്മൾ. അതിലും പ്രധാനപ്പെട്ടൊരു തെരഞ്ഞെടുപ്പാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള തെരഞ്ഞെടുപ്പ്. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് ജീവിതത്തെ ഒന്നുകൂടെ കാണാനും അപഗ്രഥിക്കാനും പഠിക്കാനും തിരഞ്ഞെടുക്കാൻ, നന്മയും സന്തോഷവും തിരഞ്ഞെടുത്ത് ജയിക്കാനുള്ള അവസരമാണ് സീനിയർ സിറ്റിസൺ ധ്യാനം. ചങ്ങനാശ്ശേരി അതിരൂപത ഒരുക്കുന്ന ഈ മനോഹരമായ ശുശ്രൂഷ ഇനി മെയ് 3, 4, 5, 6 തീയതികളിലാണ്. വളരെ സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ ബുക്ക് ചെയ്ത് കൂടെ ആയിരിക്കുക. ആമേൻ ആമേൻ ആമേൻ.